ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ എറണാകുളം റൂറൽ SP മാധ്യമങ്ങളെ കാണുകയാണ്. കൊച്ചിയിലെ അവയവക്കടത്ത് കേസിൽ സുപ്രധാന അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് റൂറൽ SP വിശദീകരിക്കുന്നത്. തത്സമയ സംപ്രേഷണം. പക്ഷേ ഏകദേശം മെയിൻ ആൾക്കാർ നമ്മുടെ കസ്റ്റഡിയിലേ ഉള്ളൂ. റെസിപ്പിയൻസിന്റെ വിവരമുണ്ട് നമ്മുടെ കേസിൽ ഏകദേശം എല്ലാ ഡോണേഴ്സ് എല്ലാ റെസിപ്പിയൻസിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ബാക്കി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേസിൽ തന്നെ 2 സെക്ഷൻസ് ഉണ്ട്. 370 IPC ആൻഡ് ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് 1990. അത് പറയാൻ പറ്റിട്ടില്ല. പക്ഷേ ഗൗരവമുള്ള എല്ലാ ലീഗൽ നടപടി നമ്മൾ ഓൾറെഡി സ്വീകരിച്ചു. അത് ടൂർ ഗൈഡ് അത് ഇൻവെസ്റ്റിഗേഷനിൻ്റെ പാർട്ടാണ്. അത് നമ്മൾ പറയാൻ പറ്റില്ല. അവിടെ ഇറാൻ നിന്ന് ഈ എല്ലാ റിക്വസ്റ്റ് ഒരു റിസീവറിൻ്റെ കുറിച്ച് റിസീവർക്ക് ഒരു ഗൗരവമുള്ള ഒരു കിഡ്നി എൻ്റെ ആവശ്യം വരുമ്പോൾ ഈ പ്രതാപനെ കോൺടാക്ട് ചെയ്തിരുന്നു ഡോണർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ പ്രതാപൻ തന്നെ ഈ എല്ലാ ഡോണേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് മധുക കൊടുത്തിട്ടുണ്ട്. ഈ ജോലി തന്നെ ചെയ്യണം. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രം. ആദ്യം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഈ സമയത്ത് വരെ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഈ ആളുടെ കസ്റ്റഡി എടുക്കണം. അത്ര പെട്ടെന്ന് അത് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ ടീം സക്സസ്ഫുള്ളി ഹൈദരാബാദ് പോയിട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. I will give it in writing, okay? Because I think resonance is happening in the mic. Ballam Ramprasad Konda. BALLAM, na? B. Konda. KONDA. K. മറ്റേ പ്രതി അങ്ങോട്ട് താഴോട്ട് കാണിക്കുന്നു. Any questions? English. കൊച്ചി അവയവക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബല്ലംകൊണ്ട രാംപ്രസാദ് പ്രതാപ് എന്നറിയപ്പെടുന്ന ഇയാൾ വിജയവാഡ സ്വദേശിയാണ്. ഈ അവയവക്കടത്ത് റാക്കറ്റിലെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണ്ണിയാണ് അയാളെ വിജയകരമായി പിടികൂടാൻ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
അയാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത്. എറണാകുളം റൂറൽ SP ആണ് ഈ വിഷയം ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് റൂറൽ SP വിശദീകരിക്കുന്നത്? ഈ അറസ്റ്റ് ഈ കേസിലെ തുടരന്വേഷണത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ്, എത്ര നിർണായകമാണ്? വിജയകുമാർ, ഈ വാർത്ത ഇങ്ങനെ ഒരു റാക്കറ്റിനെ പിടികൂടി എന്നുള്ള വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് 24 ആണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം അതൊരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഒരു പ്രധാനി ഇതിലുണ്ട്, മുഖ്യ കണ്ണിയുണ്ട്, അയാളാണ് ഇതെല്ലാം നിയന്ത്രിച്ചത് എന്നുള്ള വാർത്ത പുറത്തുവിട്ടതും 24 ആണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കണ്ണിയെ, സൂത്രധാരനെ പോലീസ് പിടിച്ചിരിക്കുന്നു. അയാളുടെ പേര് പ്രതാപൻ എന്നാണ്. ബൽറാം രാംപ്രസാദ്, അയാളുടെ അവിടുത്തെ വെല്ലംകൊണ്ട രാംപ്രസാദ് എന്നാണ് അയാളുടെ പേര്. പ്രതാപൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘം. ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ്, വിജയവാഡ സ്വദേശിയാണ് എന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു. ഇരകളാക്കപ്പെട്ട കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്നും കിട്ടി എന്നും മനസ്സിലാകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു ദാതാവിനെ മാത്രമാണ് കണ്ടെത്താനായത് എന്നും പോലീസ് പറയുന്നു. അത് പാലക്കാട് സ്വദേശി ഷമീറാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഷമീറിന് വേണ്ടി കോയമ്പത്തൂരിൽ തെരച്ചിൽ നടക്കും എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഷമീറിനെ ചെന്നൈയിൽ നിന്നും പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഷമീർ എവിടെയാണെന്ന് പോലീസിന് അറിയാം, നേരിട്ട് കണ്ടു. പക്ഷേ ഷമീറിന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ അവിടെ പെൺസുഹൃത്തിനൊപ്പം ഷമീർ ചെന്നൈയിൽ താമസിക്കുകയാണ്. ഈ അവയവം കൊടുത്തു തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത തരത്തിൽ അയാൾ അവശനാണ്. അതിനാലാണ് പോലീസ് അവിടെ ഉപേക്ഷിച്ചു വന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് സോളിഡ് വിവരം തന്നെയാണ് ഷമീറിന്റെ കാര്യത്തിൽ. പക്ഷേ പോലീസിന് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും. അയാളുടെ ആരോഗ്യാവസ്ഥ അത്ര മോശമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇറാനിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചത് സാബിത്തും കൊച്ചി സ്വദേശി മധുവുമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. വെല്ലം രാംപ്രസാദ് ഗുണ്ട, ഇയാളുടെ പേര് അങ്ങനെയാണ്. പ്രതാപൻ എന്നാണ് ഇയാൾ പരക്കെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ വിജയവാഡ സ്വദേശി ആയിട്ടുള്ള വ്യക്തിയുടെ പേര് അങ്ങനെയാണ്. ഇതിൽ ഇനിയും ആളുകളുണ്ടോ? ഇതൊരു വലിയ റാക്കറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഇനിയും ആളുകൾ ഉണ്ടാകും. അവരിതിൽ എത്ര പ്രധാനപ്പെട്ടതാണ്? അവരെവിടൊക്കെ, അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഇനിയും ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വിജയകുമാർ. കാരണം ഉത്തർപ്രദേശ്, ബാംഗ്ലൂർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരകളുണ്ട്, ധാരാളം ഇരകളുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ തന്നെ അന്വേഷണ സംഘം. ആ ഇരകളിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. എത്രത്തോളം അത് ഫലപ്രദമാകുമെന്നറിയില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അവയവം സ്വീകരിച്ചവരിൽ മഹാഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരിൽ നിന്നും ഒരു പക്ഷേ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തും. മറ്റൊന്ന്, ഇത് പണം വാങ്ങി എന്ന് തെളിയിക്കുന്നത് കുറച്ച് ശ്രമകരമായിരിക്കും. കാരണം നോട്ടറി അറ്റസ്റ്റ് ചെയ്ത പേപ്പറിൽ, അത് ഫോമിൽ ഞാനിത് സ്വമേധയാ നൽകുന്നതാണ്, പണമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷമാണ് ഈ ആളുകളെ കൊണ്ടുപോയി ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പണം കൈപ്പറ്റി എന്ന് പറയുന്നത് തെളിയിക്കാൻ കുറച്ചധികം പണിപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ വ്യാപകമായി ഇതിൽ നടന്നു എന്നുള്ളതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ കേന്ദ്രീകരിച്ചത് കോർഡിനേറ്റ് ചെയ്ത ചില ആളുകൾ കൂടിയുണ്ട്. അത് രാജ്യാന്തര. ശരി ശ്രീകാന്ത്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് ഈ പ്രധാനപ്പെട്ട ഇതിലെ കണ്ണിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്യും. ഇയാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. വിജയവാഡ സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായ പ്രതാപൻ. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭ
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം വിധിയെഴുത്ത് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ. 57 മണ്ഡലങ്ങളിലും ആദ്യ മണിക്കൂറുകളിൽ നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പലയിടത്തും സംഘർഷമുണ്ടായി. 24 പർഗനാസിൽ ആൾക്കൂട്ടം വോട്ടിംഗ് യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുകയാണെന്ന് CPIM ആരോപിച്ചു. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് പിന്നാലെ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഈ ഉഷ്ണതരംഗം സ്വാഭാവികമായും വോട്ടെടുപ്പിനെ ബാധിക്കുന്നുണ്ടാകും. രാവിലെയും വൈകിട്ടുമായിരിക്കും കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുക. ഉച്ചവരെയുള്ള കണക്ക്, 12 വരെയുള്ള കണക്ക് എങ്ങനെ? വിജയൻ, 11 മണി വരെയുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി 1:30 മണിക്കാണ് 1 മണി വരെയുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുക. ഈ 11 മണി വരെയുള്ള കണക്ക്, അതായത് ആദ്യ 4 മണിക്കൂറിലെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 26.30% വോട്ടാണ് ഇതിനകം ആകെ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ 28.02% ഈ ആദ്യ 4 മണിക്കൂറിൽ ഉണ്ടായിരിക്കുന്നത്. പൂർവാഞ്ചൽ മേഖലയിലാണ് ഉത്തർപ്രദേശിൽ ഇത്തവണ, വാരണാസി ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖലയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഇടമാണ് ഈ പൂർവാഞ്ചൽ മേഖല. എന്നാൽ ഇന്ത്യ മുന്നണി പറയുന്നത് ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിഫലനത്തിന്റെ ഭാഗമല്ല, മറിച്ച് നിലവിലുള്ള സർക്കാരിനെതിരെ, അത് വാരണാസിയിലടക്കം ഉണ്ടാകുന്ന ജനവിധിയുടെ പ്രതീകമായിട്ടാണ് ഈ കനത്ത ചൂടിലും ഈ വിധത്തിലുള്ള ജനവിധി ഉണ്ടാകുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബംഗാളിൽ പോളിംഗ് ശതമാനം 28.10%. ബംഗാളിൽ വ്യാപകമായിട്ടുള്ള അക്രമം നടക്കുന്നുണ്ട്. 24 പർഗാനാസ്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമായിട്ടും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അത് കൊൽക്കത്തയുടെ അടുത്ത മേഖലകളിൽ 24 പർഗാനാസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെയാണ്. അവിടെ വളരെ വലിയ രീതിയിൽ ഈ അക്രമം തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് ശതമാനം 22.64% ആദ്യ 4 മണിക്കൂറിൽ. പഞ്ചാബിൽ 23.91% പേർ ബൂത്തിൽ എത്തിക്കഴിഞ്ഞു ഇതിനകം. പഞ്ചാബിൽ ഇന്നലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകനെ അമൃത്സറിൽ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ സംഘർഷം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെയെല്ലാം അടക്കമാണ് ഈ വിധത്തിൽ മികച്ച പോളിംഗ് എന്ന് നമുക്ക് ഈ 4 മണിക്കൂറിനുള്ളിൽ പറയാവുന്ന വിധത്തിൽ ഒരു ശതമാനം 23.91% പോളിംഗ് നടന്നിരിക്കുന്നത്. ജാർഖണ്ഡിൽ 29.55%, ഹിമാചൽ പ്രദേശിൽ 31.92%, ചണ്ഡീഗഡിൽ 25.03%, ബീഹാറിൽ 24.25% പേരുമാണ് ബൂത്തിലെത്തിയത്. ഇനി 1:30 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം വോട്ട് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം വ്യക്തമാക്കുക. വിജയ്. യെസ്, വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയാകാൻ പോകുന്നത്. അത് ചില സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാകും. സ്വാഭാവികമായും വൈകിട്ട് 6 മണി മുതൽ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സമഗ്ര വിവരങ്ങൾ 24 നൽകും. പ്രേക്ഷകർ ഒപ്പമുണ്ടാവുക. 6 മണി മുതൽ നമ്മൾ തുടർച്ചയായി എല്ലാ എക്സിറ്റ് പോളുകളുടെയും സൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പോൾ ഓഫ് പോൾസിൽ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3:30 ധ്യാനം അവസാനിപ്പിക്കുന്ന നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അവിടെ നിന്ന് സ്വന്തം മണ്ഡലമായ വാരാണസിയിലേക്കാണ് മോദി പോവുക. കന്യാകുമാരിയിൽ നിന്ന് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഇനിയുള്ള യാത്രാ പദ്ധതികൾ? എപ്പോഴാണ് ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തേക്കും തുടർന്ന് വാരാണസിയിലേക്കും പോവുക? വിജയകുമാർ, ഇന്ന് 43 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം. വ്യാഴാഴ്ച വൈകിട്ട് 6:45 ആരംഭിച്ചതാണ് ഈ ധ്യാനം. അത് ഇന്നലെയും ഇന്നുമായിട്ട് 45 മണിക്കൂർ. 3 മണിക്ക് ഈ ധ്യാനം പ്രധാനമന്ത്രി അവസാനിപ്പിക്കും. അതിനുശേഷം ബോട്ടിൽ കന്യാകുമാരിയിൽ തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൌസിൽ തന്നെയുള്ള ഹെലിപാഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയും അവിടുന്ന് വാരണാസിയിലേക്ക് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ അങ്ങനെയാണ്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഹെലിപാഡിൽ നിന്ന് മാറി അത് റോഡ് മാർഗം എന്നൊരു തീരുമാനം കൂടി എടുത്തേക്കും. 2 ഭാഗവും പരിശോധിച്ചായിരിക്കും തീരുമാനമെടുക്കുക. നിലവിൽ കന്യാകുമാരിയിൽ കാലാവസ്ഥയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഇന്ന് രാവിലെയും അദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ ANI പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം രാവിലെ ഈ സൂര്യനെ പ്രാർത്ഥിക്കുന്നതും ഒപ്പം തന്നെ
ധ്യാന മണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങി കൈവീശി കാണിക്കുന്നു. കുറച്ചധികം യാത്രക്കാർക്ക് ഇപ്പോൾ ഈ പെർമിഷൻ ഉണ്ട് വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ. അവിടെ അവരെ കൈവീശി കാണിക്കുന്നതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ധ്യാന മണ്ഡപത്തിലേക്ക് കടന്നു. ഏറെ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ള ഒരു ധ്യാനമാണ് ഇത്. 2 ദിവസം മുമ്പ് പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തിയത്. മൗനവ്രതത്തിലാണ് പ്രധാനമന്ത്രിയെങ്കിലും അദ്ദേഹത്തിന്റെ ഈ മൗനവ്രതത്തിലൂടെ, ഈ ധ്യാനത്തിലൂടെ ഏറെ രാഷ്ട്രീയ ചർച്ച ഈ ഇന്ത്യയുടെ ഈ തെക്കേ മുനമ്പത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ധ്യാനത്തിലൂടെ BJPക്ക് ഈ ഹിന്ദു വോട്ട് ബാങ്കുകളിൽ അനുകൂലമാക്കാൻ കഴിയുമോ എന്നറിയാൻ ഇനി നമുക്ക് ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം. കന്യാകുമാരിയിൽ നിന്ന് അജേഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഇന്ന് ധ്യാനം പൂർത്തിയാക്കി വാരാണസിയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം മടങ്ങും. വാർത്താമഴ തുടരുന്നു. തൃശൂരിൽ ഇടിമിന്നലേറ്റു മരണം. വേലൂർ കുറുമാൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശനാണ് മരിച്ചത്. രാവിലെ മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനത്തെ വെള്ളക്കെട്ട് സാരമായി ബാധിച്ചു. അതേസമയം പൊതുമരാമത്ത് വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ കോർപ്പറേഷൻ മേയർ രംഗത്തെത്തി. വെള്ളക്കെട്ട് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും കോർപ്പറേഷന്റെ പേര്. ഇത് ഞങ്ങളുടെ റോഡല്ല, 1. 2, നമുക്ക് ഇതുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒപ്പം തന്നെ ഇത് PWD ഏറ്റെടുത്ത് ചെയ്യേണ്ട പണിയാണ്. PWDയിൽ പൈസ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തി ഈ പണി നടത്തണം. അടിയന്തരമായി ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിൽ മുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അവിടെ ഓഫീസിലിരിക്കണ്ടേ. അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ച് ഇതിനൊരു തീരുമാനം എടുപ്പിക്കണം. ഇതിപ്പോൾ അവരുടെ റോഡാണ്. ആ റോഡിനകത്ത് പ്രവർത്തനങ്ങൾ നടത്തേണ്ട അവരുടെ ഉത്തരവാദിത്തം. പൊതുജനങ്ങൾ ആകെ കൂടി കാണുന്ന കാര്യമാണ് കോർപ്പറേഷന്. എപ്പോഴും കോർപ്പറേഷന് ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. എറണാകുളത്ത് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ മെട്രോ നിർമ്മാണം തടഞ്ഞു. ചെമ്പുമുക്ക് വാഴക്കാല ഭാഗത്ത് മെട്രോ നിർമ്മാണത്തെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായതിലാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്ന് നഗരസഭാ കൗൺസിലർമാരും ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മഴ സാഹചര്യം സർക്കാർ വിലയിരുത്തി വരികയാണെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഈ മാസം 3 NDRFന്റെ അധിക യൂണിറ്റുകൾ സംസ്ഥാനത്തെത്തും. മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വേനൽ മഴ വലിയ അളവിൽ കിട്ടി. ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് പെയ്ത മഴ 162 mm മഴയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ 1.5 മണിക്കൂറിനകത്ത് 162 mm മഴ ഒരേ പ്രദേശത്ത് സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല. വേനൽ മഴ ആ അളവിൽ വരികയും മൺസൂൺ 31 വരുമെന്ന് പറഞ്ഞിരുന്നത് 30 തന്നെ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ മൺസൂണിന്റെ ആദ്യ ക്വാർട്ടറിനെ കുറിച്ചിട്ടുള്ളൊരു ആശങ്കയുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.